ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരുങ്ങി ഇങ്ങോട്ട് പോകുന്നതെന്നല്ലേ, നമുക്കൊരു കല്യാണമുണ്ട് കേട്ടോ. നമ്മുടെ ഹൗസിംഗ് കോളനി തന്നെയല്ല, അരവിന്ദിൻ്റെ അതായത് അച്ചുവിൻ്റെ കല്യാണമാണ്. നമ്മുടെ തൃപ്രയാറുള്ള മജസ്റ്റിക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി, കാരണം 9:30-നും 10:45 ഇടയിലാണ് മുഹൂർത്തം. അപ്പോൾ എന്തായാലും കല്യാണവും എല്ലാം നല്ല ഭംഗിയായി സമാധാനത്തിൽ കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് എത്ര ദൂരം ഉണ്ടെങ്കിലും അങ്ങനെ പൊതുവെ ബോറടിക്കാറൊന്നുമില്ല കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് പോകുന്നതുകൊണ്ട് തന്നെ യാതൊരു ബോറടി ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. പിന്നെ അമ്മ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അവരോട് ഇടയ്ക്ക് വിളിക്കും, വീണ്ടും കിടന്നുറങ്ങും. പിന്നെ ഈ പോകുന്ന വഴിയെല്ലാം ഹൈവേയുടെ പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെ ഇടയ്ക്കായി കുറേ കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൺ ടൈമിൽ തന്നെ നമ്മുടെ ഓഡിറ്റോറിയം എത്തി. നമുക്ക് ഓൾറെഡി ഇവിടുന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്താണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഒന്ന് പയ്യെ മേക്കപ്പ് ടച്ചപ്പൊക്കെ ഇട്ട് പയ്യെ ഇറങ്ങി. സോ മോസ്റ്റ് ഓഫ് ദ മാരേജ് ഫങ്ഷൻസിനും ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടാവും. ബട്ട് ദിസ് ഈസ് സംതിങ് യൂണീക്ക്. ഞാൻ കണ്ടതിൽ വെച്ചൊരു യൂണീക്ക് പീസായിട്ടാണ് തോന്നിയത്. അത് നേരിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വി ജസ്റ്റ് ഹാഡ് സം ജ്യൂസ്. ആൻഡ് ഇതിൽ എനിക്ക് ഗ്രേപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഐ എം നോട്ട് എ ഗ്രേപ്പ് ജ്യൂസ് ഫാൻ, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ ഓർത്തു. അപ്പോഴാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ കണ്ടത്. ഞാൻ ആ ഗണപതിനെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഓടിപ്പോയി വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇവിടേക്ക് ഒന്ന് കവറപ്പ് ചെയ്തു. ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് റിയലി അടിപൊളിയായിരുന്നു. ദ ലൈറ്റ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം തന്നെ സൂപ്പറായിരുന്നു. ആസ് ഐ സെഡ്, നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ പോയി നടുക്ക് തന്നെ സീറ്റ് പിടിച്ചു ഇപ്രാവശ്യം. അപ്പോഴേക്കും നമ്മുടെ ഗ്രൂമിനെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രൂം ഈസ് ഹിയർ, അച്ചു. ശരിക്കും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര പേരുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 1 or 2 months അല്ലെങ്കിൽ 1 year ഒക്കെ വെയിറ്റ് ചെയ്തുള്ള പ്രിപ്പറേഷൻ ആയിരിക്കില്ല ഈ ഒരു ഡേയിലോട്ട്. അങ്ങനെ നമ്മുടെ ബ്രൈഡും എത്തിയിരിക്കുന്നു. എനിക്കുണ്ടല്ലോ, ഓരോ മാരേജ് ഫംഗ്ഷനും പോകുമ്പം ശരിക്കും നമ്മളുടെ ആ ഒരു കല്യാണത്തിൻ്റെ ദിവസമില്ലേ, അതിങ്ങനെ മെമ്മറിയിൽ വരുമേ. ഈ മെമ്മറി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ഈ ഒരു ടൈമിൽ നമ്മൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കല്യാണം ഈ താലികെട്ടിൻ്റെ ടൈമിൽ നമ്മൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് വിചാരിച്ചു പോകും. നമ്മൾ ഈ ലൈഫിലെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യണമെന്ന് പറയുന്നത് ശരിക്കും ഉള്ള കാര്യമാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ളൊരു ദിവസം നമ്മൾ ടെൻഷൻ അടിച്ചത് ഫ്ലോപ്പ് ആക്കി പിന്നെ ആ ഡേ നമുക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഇവരെല്ലാവരും നമ്മുടെ ഹൗസിംഗ് കോളനിയിലുള്ളവരാണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ ഫിറ്റായി. ഇതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഞാനും ചേട്ടനും ആ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ മാത്രം ആ വീഡിയോയിൽ വന്നില്ല. സോ നമ്മൾ ഫോട്ടോയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നല്ല സാമ്പാറൊക്കെ കൂട്ടി നല്ല അടിപൊളി ഊണ് കഴിച്ചു. ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പയ്യെ യാത്ര തിരിച്ചു. നമ്മുടെ മുനമ്പം ബീച്ച് ഇതിൻ്റെ അടുത്താണ് കേട്ടോ. ഞാൻ മുനമ്പം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അന്ന് അവിടെ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ നിർത്തിയൊന്നുമില്ല, വെറുതെ വണ്ടി ഓടിച്ചിങ്ങ് പോന്നു. കാരണം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു അടുത്തൊരു പരിപാടിക്ക് വേണ്ടി. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പേസുകളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മുനമ്പം എത്തി. വന്നതൊരു 2:30 സമയം ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് സമാധാനപരമായി ഇങ്ങനെ പോകുന്നു. പിന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ. ചേച്ചി നല്ല ചൂടോടെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഫിഷ് കട്ട്ലൈറ്റ്, ദെൻ പഴംപൊരി, ഫിഷ് ഫ്രൈ, കപ്പ, അങ്ങനെ കുറേ ഐറ്റം അവിടെ ഉണ്ടായിരുന്നു. കുറേ ഫിഷിംഗ് നെറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതും പിന്നെ ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നതും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമ്മൾ സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും